എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 56 രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഓക്കെ ആണല്ലോ? ശരി, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. There are 2 taps to fill a tank with water. അതായത് ഒരു ടാങ്ക്, ആ ടാങ്കിൽ വെള്ളം നിറക്കാൻ വേണ്ടിയിട്ട് 2 ടാപ്പുകൾ ഉണ്ടെന്ന്. ഓക്കെ, ഇനി ഇഫ് ദി ഫസ്റ്റ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ് ദി ടാങ്ക് വുഡ് ഫിൽ അപ്പ് ഇൻ 10 minutes അല്ലേ. അതായത് ആദ്യത്തെ ടാപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ ഈ ടാങ്ക് എത്ര സമയം കൊണ്ട് നിറയും? 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. പിന്നെയോ ഇഫ് ദി സെക്കൻഡ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ് ഇറ്റ് വുഡ് ടേക്ക് 15 minutes ടു ഫിൽ അപ്പ് ദി ടാങ്ക്. ഇനി നമ്മുടെ രണ്ടാമത്തെ ടാപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ ഈ ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വരും? 15 മിനിറ്റ് വേണ്ടി വരും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് ചോദ്യം? ഇഫ് ദി ഫസ്റ്റ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 minute. അതായത് നാം ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ ടാങ്കിന്റെ എത്ര ഭാഗം നിറയും? ഇതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ടാങ്ക് അല്ലേ. നമുക്ക് റഫായിട്ടൊരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ ഇതൊരു ടാങ്ക്, ഇതൊരു ടാങ്ക് എന്ന് വിചാരിക്കുക, വാട്ടർ ടാങ്ക് ആണിത്. ഓക്കെ, അപ്പോൾ ഇത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് 2 ടാപ്പുകളുണ്ട് അല്ലേ. അപ്പോൾ ഒരു ടാപ്പ് നമുക്ക് ഇതേ ഒരു ടാപ്പ് അങ്ങനെ ഒരു പൈപ്പ് വന്നിട്ട് ഇതേ അങ്ങനെ നിറക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു ടാപ്പ്, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് വേറൊരു ടാപ്പ് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് ഭംഗിയൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു ടാപ്പ്. അപ്പോൾ ഈ ടാപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ, ഇത് അടച്ചിട്ട് ഇത് മാത്രം തുറക്കുകയാണെങ്കിൽ ഇതിൽ ഈ ടാങ്കിൽ വെള്ളം നിറയാൻ എത്ര സമയം എടുക്കും? വെള്ളം നിറയാൻ വേണമെങ്കിൽ വെള്ളം നിറയാൻ 10 മിനിറ്റ് മതി. മനസ്സിലായല്ലോ? 10 മിനിറ്റ് മതി ഈ ടാപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ. ഇനി ഇത് തുറക്കണില്ല, ഇത് മാത്രം തുറക്കണല്ലോ എന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ വെള്ളം നിറയാൻ എത്ര സമയം എടുക്കും? 15 മിനിറ്റ് എടുക്കും. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ? ഒരു ടാങ്ക്, ആ ടാങ്കിന് 2 ടാപ്പുകളുണ്ട്. ആ 2 ടാപ്പുകളിൽ ആദ്യത്തെ ടാപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ വെള്ളം നിറയാൻ 10 മിനിറ്റ്. ഇനി രണ്ടാമത്തെ ടാപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ ഇതിൽ വെള്ളം നിറയാൻ 15 മിനിറ്റ് വേണം. അത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇനി ഇഫ് ദി ഫസ്റ്റ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ്, ഇനി ഈ ടാപ്പ് മാത്രം തുറക്കാമെന്ന് വിചാരിക്കുക, ഇത് അടച്ചിട്ട് ഇത് മാത്രം തുറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ ഈ ടാങ്കിൽ ഈ ടാങ്കിന്റെ എത്ര ഭാഗം വെള്ളം ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പോൾ ഈ 10 മിനിറ്റിൽ ടാങ്ക് നിറയും അല്ലേ. 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിലോ? 1 മിനിറ്റ് എത്ര നിറയും ടാങ്കിന്റെ? 10ൽ 1 ഭാഗം അല്ലേ. അതായത് നോക്കിയാൽ ഇത് നമ്മൾ 10 ഭാഗം ആക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10. അങ്ങനെ നമ്മൾ 10 ഭാഗമാക്കുകയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 10ൽ 1 ഭാഗം നിറയും അല്ലേ. 2 മിനിറ്റ് കൊണ്ട് ഇത്ര നിറയും. അതായത് 10ൽ നമ്മൾ 10 ആക്കിയത് 2 ഭാഗം നിറയും. 3 മിനിറ്റ് കൊണ്ട് 10ൽ 3 ഭാഗം, 4 മിനിറ്റ് കൊണ്ട് 10ൽ 4, 5 മിനിറ്റ് കൊണ്ട് പകുതിയായി അല്ലേ. 10ൽ 5 ഭാഗം. 10ൽ 5 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ പകുതിയായി അല്ലേ. ഇനിയോ 6 മിനിറ്റ് കൊണ്ട് 10ൽ 6 ഭാഗം, അങ്ങനെ 7 മിനിറ്റ് കൊണ്ട് 10ൽ 8 ഭാഗം, അങ്ങനെ 9 മിനിറ്റ് കൊണ്ട് 10ൽ 9 ഭാഗം നിറയും. 10 മിനിറ്റ് കൊണ്ട് 10ൽ 10 ഭാഗവും നിറയും. അതായത് 10ൽ 10 എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവൻ ഭാഗവും നിറയും അല്ലേ. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് മുഴുവൻ നിറയും. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ എത്ര നിറയും? 10 തുല്യ ഭാഗമാക്കിയതിൽ 1 ഭാഗം 1 മിനിറ്റ് കൊണ്ട് നിറയും അല്ലേ. 2 ഭാഗം 2 മിനിറ്റ് കൊണ്ട് നിറയും. 3 ഭാഗം 3 മിനിറ്റ് കൊണ്ട് നിറയും. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് 10ൽ 1 ഭാഗം നിറയും അല്ലേ. 2 മിനിറ്റ് കൊണ്ടാണെങ്കിലോ 10ൽ 2 ഭാഗം നിറയും അല്ലേ. ഇനി 3 മിനിറ്റ് കൊണ്ടാണെങ്കിലോ 10ൽ 3 ഭാഗം നിറയും അല്ലേ. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് എത്ര ഭാഗം നിറയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 10 ഭാഗം 10 മിനിറ്റ് കൊണ്ടാണ് മുഴുവൻ നിറയും അല്ലേ. അപ്പോൾ അതുകൊണ്ട് 10ൽ 1 ഭാഗം 1 മിനിറ്റ് കൊണ്ട് നിറയും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1/10 അല്ലേ. 10ൽ 1 ഭാഗം 1/10 ഓഫ് ദി ടാങ്ക്. അതായത് ടാങ്കിന്റെ 1/10 ഭാഗം നിറയും. ഇനി രണ്ടാമത് എന്താണ് ചോദിച്ചിട്ടുള്ളത്?
ഇഫ് ദി സെക്കൻഡ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്. ഇതേ ചോദ്യം തന്നെ. ഇത് തുറന്നിട്ടില്ല, ഈ സെക്കൻഡ് ടാപ്പ് മാത്രമാണ് തുറന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം, ഒരു മിനിറ്റിൽ എത്ര നിറയും അല്ലേ? ഒരു മിനിറ്റിൽ എത്ര നിറയും? അപ്പോൾ ഈ ടാങ്ക് നിറയാൻ എത്ര മിനിറ്റ്? ഈ സെക്കൻഡ് ടാപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ ടാങ്ക് നിറയാൻ എത്ര സമയം വേണം? 15 മിനിറ്റ് വേണം അല്ലേ? അപ്പോൾ 15 മിനിറ്റിലാണ് ടാങ്ക് നിറയുക. അപ്പോൾ ഒരു മിനിറ്റിലോ? ടാങ്കിനെ നമ്മൾ 15 ഭാഗമാക്കിയാൽ അതിൽ ഒരു ഭാഗം നിറയും അല്ലെ? ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നാം 10 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം നിറയും എന്ന് പറഞ്ഞു. കാരണം എന്താ? 10 മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് നിറയുന്നത്. അപ്പോൾ ഇവിടെ 15 മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് നിറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ടാങ്കിനെ നമ്മൾ തുല്യമായിട്ട് 15 ഭാഗമാക്കിയാൽ ഒരു ഭാഗം 1 മിനിറ്റ് കൊണ്ട് നിറയും, 2 ഭാഗം 2 മിനിറ്റ് കൊണ്ട് നിറയും, 3 ഭാഗം 3 മിനിറ്റ് കൊണ്ട് നിറയും അല്ലേ? അങ്ങനെ 12 ഭാഗം 12 മിനിറ്റ് കൊണ്ട് നിറയും, 13 ഭാഗം 13 മിനിറ്റ് കൊണ്ട് നിറയും, 15 ഭാഗവും അല്ലെ? 15 തുല്യ ഭാഗമാക്കി. അപ്പോൾ 15ൽ 15ഉം 15ൽ 15 എന്ന് പറഞ്ഞാൽ മുഴുവൻ ഭാഗവും, അതായത് ടാങ്ക് മുഴുവനും 15 മിനിറ്റ് കൊണ്ട് നിറയും. മനസ്സിലായില്ലേ? അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് എത്ര ഭാഗം നിറയും? മൊത്തം 15 മിനിറ്റ് വേണം. അതുകൊണ്ട് 15ൽ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1/15. 15ൽ ഒരു ഭാഗം ഓഫ് ദി ടാങ്ക്. ടാങ്കിന്റെ 15ൽ ഒരു ഭാഗം 1 മിനിറ്റ് കൊണ്ട് നിറയും. ഇനി എന്താണ് അതിൽ മൂന്നാമത് ചോദിച്ചിട്ടുള്ളത്? എന്താണ്? ഇഫ് ബോത്ത് ടാപ്സ് ആർ ഓപ്പൺഡ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്. ഇനി നോക്കിയേ, ഈ ടാപ്പും രണ്ടും തുറന്നിടുന്നു, 2 ടാപ്പും തുറന്നു. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എത്ര ഭാഗം നിറയും ടാങ്കിന്റെ? നമുക്കറിയാം, ഒരു ടാപ്പ് മാത്രം തുറന്നിടുകയാണെങ്കിൽ ഈ ടാങ്കിന്റെ എത്ര ഭാഗം നിറയും? 1/10 ഭാഗം നിറയും അല്ലേ? ഇനി ഈ ടാപ്പ് മാത്രം തുറന്നിടുകയാണെങ്കിലോ 1/15 ഭാഗം നിറയും അല്ലേ? 1 മിനിറ്റ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ടാപ്പ് ഒരുമിച്ച് തുറക്കുകയാണെങ്കിലോ 1/10ഉം 1/15 അല്ലേ? രണ്ടും കൂടി കൂട്ടാം, അത്രയും ഭാഗം നിറയും. മനസ്സിലായല്ലോ? അപ്പൊ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് ഈ ടാപ്പിൽ എത്രയാണോ നിറയുന്നത്, ഈ ടാപ്പ് കൊണ്ട് എത്ര ഭാഗമാണോ നിറയുന്നത് അതും, പിന്നെ ഈ ടാപ്പ് കൊണ്ട് എത്ര ഭാഗമാണോ നിറയുന്നത് അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരായി. അതായത് ഇഫ് ബോത്ത് ടാപ്പ്, 2 ടാപ്പും ഓപ്പൺഡ്, അതായത് 2 ടാപ്പുകളും ഒരുമിച്ച് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? ഇത് രണ്ടും കൂടി കൂട്ടാം അല്ലേ? അപ്പൊ നമുക്ക് 1/10 പ്ലസ് 1/15. ഓക്കെ, നമുക്കിത് കൂട്ടാൻ അറിയാം അല്ലേ? ഇത് നോക്കിയാൽ 10ഉം 15 അല്ലെ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നാം എന്താ പഠിച്ചത്? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലേ? ഇത് അതേപോലെ തന്നെ ഇടാം. അത് പറ്റില്ല. അതല്ലെങ്കിലോ ഇതിനെ നമ്മൾ ഇതാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഇതാക്കാൻ പറ്റുമോ നോക്കാം. 10നെ നമുക്ക് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലും അല്ലേ 15 ആവില്ല, അല്ലെങ്കിൽ 15 നമുക്ക് 10 ആക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ പഠിച്ചൊരു മാർഗം ഉണ്ട് അല്ലേ? ഇതിന്റെ എന്ത് കാണണം? നമ്മൾ ഗുണിതങ്ങൾ കാണണം, ഇതിന്റെയും ഗുണിതങ്ങൾ കാണണം അല്ലേ? അപ്പൊ 10ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 1 × 10 10, 2 × 10 20, 3 × 10 30 അല്ലേ? അപ്പൊ 3 4 എണ്ണം കണ്ടിടാം. എന്നിട്ട് അതിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം അടുത്ത സംഖ്യകൾ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ 10ന്റെ എഴുതി നമ്മൾ. ഇനി 15ന്റെ ഏതൊക്കെ വരും? 1 × 15 15, 2 × 15 എന്ന് പറഞ്ഞാൽ 30 ആണ് അല്ലേ? 30. 15നെ 2 കൊണ്ട് ഗുണിച്ചാൽ 30. ഇനി 3നെ 15 കൊണ്ട് ഗുണിച്ചാലോ? ഇനി 3നെ ഗുണിക്കണ്ട അല്ലേ? കാരണം എന്താ? ഇവിടെ നോക്ക്, നമുക്ക് 2 സംഖ്യ കിട്ടിയല്ലേ? കോമൺ ആയിട്ടുള്ള സംഖ്യ കിട്ടി അല്ലേ? ഇനി നമുക്ക് അടുത്ത് ഗുണിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. അപ്പൊ അവിടെ വെച്ച് നിർത്താം നമുക്ക്. അപ്പൊ നമ്മൾ പുതിയ ഡിനോമിനേറ്റർ ആരാണ്? 30 അല്ലേ? അപ്പൊ നമ്മൾ 30. അപ്പൊ നമ്മൾ ഇതിന് 2നെ 10നെ നമ്മൾ 30ലേക്ക് മാറ്റാണ്. ഇതിനെ 30ലേക്ക് മാറ്റി എന്ന് പറയുമ്പോൾ 10നെ നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 30 കിട്ടുക? 3 കൊണ്ട് ഗുണിച്ചാലാണ് 30 കിട്ടുക അല്ലേ? അങ്ങനെയാണെങ്കിൽ നാം എന്ത് വേണം? ഇതേ സംഖ്യ കൊണ്ട് ഇതിനെയും ഗുണിക്കണ്ടേ? മുകളിലും ഗുണിക്കണം അല്ലേ? അപ്പൊ 1 × 3 എത്രയായി? 3. അപ്പൊ നമ്മൾ 1/10നെ 3/30 എന്ന് എഴുതി. പ്ലസ് ഇനി ഇവിടെ ഏതാ ഡിനോമിനേറ്റർ? 30 തന്നെ അല്ലേ? 30 വ്യത്യാസമില്ല, 30 തന്നെ. 15 എങ്ങനെയാണ് 30 ആയത്? 15നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാൽ 30 കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കും. അപ്പൊ 1 × 2 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3/30 പ്ലസ് 2/30 എന്ന് കിട്ടി അല്ലേ? സീക്വൽ ടു എന്ത് വരും? 3ഉം 2ഉം 5. ഇത് ഡിനോമിനേറ്റർ സെയിം ആയി അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഡയറക്റ്റ് കൂട്ടാം. പക്ഷെ ഇത് കൂട്ടരുത്, പലരും തെറ്റിക്കാറുണ്ട് ഇപ്പോഴും. 30 അതേപോലെ തന്നെ എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5/30 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് ഇതിന് 2നെ വീണ്ടും ചെറുതാക്കാൻ പറ്റും അല്ലേ? നമുക്ക് 5 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 30നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ 5നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/30നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 6 × 5 30 അല്ലേ? അപ്പൊ 6. അതായത് ഈ 2 ടാപ്പുകളും ഒരുമിച്ച് തുറന്നിട്ട് കഴിഞ്ഞാൽ ടാങ്കിന്റെ 1/6 ഭാഗം നിറയും. അതായത് ടാങ്കിനെ 6 തുല്യ ഭാഗമാക്കിയാൽ അതിൽ ഒരു ഭാഗം നിറയും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1/6 ഓഫ്
ഇത് ടാങ്ക്. ടാങ്കിന്റെ 1/6 ഭാഗം നിറയും. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യം നോക്കിയാൽ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ബോത്ത് ടാപ്സ് ആർ ഓപ്പൺഡ്, രണ്ട് ടാപ്പുകളും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൗ മച്ച് ടൈം വുഡ് ഇറ്റ് ടേക്ക് ഫോർ ദി ടാങ്ക് ടു ബി ഫിൽഡ് അപ്പ്? അതായത് ഈ ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വരും? മനസ്സിലായല്ലോ. അപ്പൊ ഇത് നിറയാൻ ഈ ടാപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ 10 മിനിറ്റ്, ഈ ടാപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ 15 മിനിറ്റ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ എത്ര മിനിറ്റ് വേണ്ടി വരും? അപ്പൊ ഇവിടെ നോക്കിയേ, രണ്ട് ടാപ്പുകളും ഒരുമിച്ച് തുറന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് 1/6 ഭാഗം നിറയും. അല്ലെ, ശ്രദ്ധിക്കാം, രണ്ട് ടാപ്പും ഒരുമിച്ച് തുറന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിന്റെ 1/6 ഭാഗം നിറയും. അല്ലെ, അപ്പൊ 2 മിനിറ്റ് കൊണ്ടോ ടാങ്കിന്റെ 2/6 ഭാഗം നിറയും. അല്ലെ, 3 മിനിറ്റ് കൊണ്ടോ ടാങ്കിന്റെ 3/6 ഭാഗം നിറയും. 4 മിനിറ്റ് കൊണ്ട് ടാങ്കിന്റെ 4/6 ഭാഗം നിറയും. 5 മിനിറ്റ് കൊണ്ട് 5/6 ഭാഗം നിറയും. 6 മിനിറ്റ് കൊണ്ടോ 6/6 ഭാഗം. അല്ലെ, അപ്പൊ 6/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് 6 ഭാഗമാക്കിയാൽ 6 ഭാഗം എടുത്തു, അങ്ങനെയാണെങ്കിൽ എത്രയാണ് പറയാ? നമ്മൾ പറയും 1 എന്ന് പറയും. അല്ലെ, 6/6 എന്ന് പറഞ്ഞാൽ 1. അതായത് ടാങ്കിന്റെ ടാങ്ക് മുഴുവനും നിറഞ്ഞു. അല്ലെ, അപ്പൊ 6 മിനിറ്റ് കൊണ്ട് എന്താവും? ടാങ്ക് മുഴുവൻ നിറയും. അതായത് 1 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് എത്ര നിറയും? 1/6. അല്ലെ, 2 മിനിറ്റ് കൊണ്ട് എത്ര ഭാഗം നിറയും? 2/6. അല്ലെ, 3 മിനിറ്റ് കൊണ്ട് എത്ര ഭാഗം നിറയും? 3/6. അല്ലെ, അതേപോലെ 6 മിനിറ്റ് കൊണ്ട് 6/6. 6/6 എന്ന് പറഞ്ഞാൽ ടാങ്ക് ഫുള്ളായിട്ട് നിറയും. 6 മിനിറ്റ്സ്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്കൊന്ന് കടക്കാം. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, നമുക്കറിയാം 1/2. അല്ലെ, 1/2 എന്ന് ഹാഫ്. 1/2 കൂടെ 1/2 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഹാഫും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. അല്ലെ, പകുതിയും കൂട്ടിക്കഴിഞ്ഞാൽ 1 ആണ്. അല്ലെ, നാം ഇപ്പോൾ പഠിച്ച രീതി അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 1/2 അല്ലെ, രണ്ടിന്റെയും എന്ത് സെയിം ആണ്? ഡിനോമിനേറ്റർ, അതായത് ഛേദം സെയിം ആണ്. അല്ലെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ കൂട്ടാം, അംശം തമ്മിൽ കൂട്ടാം. അപ്പൊ 1 1 2. അല്ലെ, അപ്പൊ 2/, ഇത് അതേപോലെ തന്നെ എഴുതണം. അല്ലെ, 2/2. അപ്പൊ 2/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1. അല്ലെ, 2 ഭാഗമാക്കിയാൽ 2 ഭാഗം എടുത്തു, അതായത് 1. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ 1/3 പ്ലസ് 2/3 ഇതെത്രയാണ്? അതായത് ശ്രദ്ധിക്കാം, 1/3 3 ഭാഗമാക്കി എന്തോ ഒരു സാധനം 3 ഭാഗമാക്കി അതിൽ 1 ഭാഗം. അല്ലെ, അതിൻ്റെ കൂടെ അതേ സാധനം തന്നെ 3 ഭാഗമാക്കിയത് 2 ഭാഗം കൂടി കൂട്ടി. അല്ലെ, അതായത് നോക്കിയേ, ഒരു സാധനം 3 ഭാഗമാക്കിയത് 1 ഭാഗം ഇതെടുത്തു. അല്ലെ, പിന്നെ അതിൽ എത്ര ഭാഗം ബാക്കിയുണ്ട്? 2 ഭാഗം ബാക്കിയുണ്ട്. അല്ലെ, 3 ആക്കിയതിൽ 1 ഭാഗം എടുത്തിട്ടുള്ളൂ, ബാക്കി 2 ഭാഗം ബാക്കിയുണ്ടല്ലോ. അപ്പൊ ആ 2 ഭാഗം പിന്നെ കൂട്ടണം. കണ്ട, ആ 3 ആക്കിയതിൽ അടുത്ത ആ ബാക്കിയുള്ള 2 ഭാഗം കൂടി കൂട്ടി. അപ്പൊ എത്ര ആയിരിക്കും? മുഴുവനായി. അല്ലെ, അതായത് 1. ഒരു മിഠായി 3 ഭാഗമാക്കി അതിൽ നമ്മൾ 1 ഭാഗം ആദ്യം എടുത്തു. അല്ലെ, പിന്നെ അതിന്റെ കൂടെ എത്ര കൂട്ടുന്നു? ഈ 3 ഭാഗമാക്കിയത് 2 ഭാഗം. അല്ലെ, ഈ 2 ഭാഗവും നമ്മൾ കൂട്ടുന്നു, ഈ 2 ഭാഗം നമ്മൾ അതിന്റെ കൂടെ കൂട്ടുന്നു. അപ്പൊ എത്ര വന്നു? മുഴുവൻ മിഠായി. അല്ലെ, അപ്പൊ നമുക്ക് 1 കിട്ടി. ഇനി നാം പഠിച്ച രീതി വെച്ചനുസരിച്ച് കൂട്ടുമ്പോഴോ നമുക്കറിയാം ഡിനോമിനേറ്റർ സെയിം ആണ്. അല്ലെ, അപ്പൊ നാം എന്ത് ചെയ്യും? ഇത് അതേപോലെ തന്നെ എഴുതിയിട്ട് മുകളിലൂടെ നമ്മൾ കൂട്ടും. അല്ലെ, അതായത് നമുക്ക് നോക്കിയാൽ 1 2 3/3 അതേപോലെ തന്നെ എഴുതി. അല്ലെ, 3/3 എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ 3 ആക്കി അതിൽ 3 ഭാഗം എടുത്തു. അല്ലെ, അപ്പൊ മിഠായി നമ്മൾ 3 ആക്കി 3 ഭാഗം എടുത്തു എന്ന് പറഞ്ഞ പോലെ, അതായത് ഫുള്ളായി. അല്ലെ, 1. ഇനി 1/4 പ്ലസ് 3/4 ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വരും? ഇവിടെ നോക്കിയാൽ 4 ഭാഗമാക്കിയതിൽ 1 ഭാഗം എടുത്തു. അല്ലെ, പിന്നെ 4 ഭാഗമാക്കിയത് 3 ഭാഗം എടുത്തു. അതായത് 4 ഭാഗമാക്കിയത് 1 ഭാഗം എടുത്തു, 1 ഭാഗം എടുത്തിട്ടുള്ള ബാക്കി എത്ര ഭാഗം ഉണ്ട്? അവിടെ 3 ഭാഗം ഉണ്ട്. അല്ലെ, അപ്പൊ അതിന്റെ കൂടെ ഈ 3 ഭാഗം 4 ഭാഗമാക്കിയത് 3 ഭാഗവും എടുത്തു. അപ്പൊ നമ്മൾ ഇവിടെ മിഠായിയുടെ കാര്യം പറഞ്ഞ തന്നെ നോക്കിയാൽ ഇതന്നെ. അതായത് ഇപ്പൊ നമ്മൾ 4 ഭാഗമാക്കി അതിൽ ആദ്യം 1 ഭാഗം എടുത്തു. അല്ലെ, പിന്നെയോ ഈ 4 ഭാഗമാക്കിയാൽ 3 ഭാഗവും എടുത്തു. അപ്പൊ ഇതും എടുത്തു. അപ്പൊ മൊത്തം എത്ര വന്നു? മൊത്തം മിഠായി മുഴുവനായി. അല്ലെ, അപ്പൊ നമുക്ക് 1 കിട്ടി. അതായത് നാം കൂട്ടുമ്പോൾ എങ്ങനെ കൂട്ടും? ഇത് സെയിം ആയതുകൊണ്ട് നാം അത് അതേപോലെ തന്നെ എഴുതും, പിന്നെ ഇത് തമ്മിൽ കൂട്ടും. അല്ലെ, അപ്പൊ 3 1 4. അപ്പൊ 4/4 എന്ന് എഴുതും, അതായത് 1. ഓക്കെ, ഇനി 1/5
പ്ലസ് 4/5. ഇതിപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലായി തുടങ്ങി അല്ലേ? 1/5 5 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം എടുത്തു, പിന്നെ ബാക്കിയിൽ 4 ഭാഗം ഉണ്ട് അല്ലേ? അപ്പൊ 5 ഭാഗമാക്കിയത് 4 ഭാഗം എടുത്തു. അപ്പൊ എത്രയായിരിക്കും? 1 അല്ലേ? 1. അതായത് നമുക്ക് കൂട്ടുന്നതനുസരിച്ച് എങ്ങനെ വരും? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 4ഉം 1ഉം 5 അല്ലേ? ഇത് തമ്മിൽ കൂട്ടി 5/5 നമുക്ക് എഴുതാം. 5/5 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ഇനി അടുത്ത കൂടി ഒന്ന് നോക്കിയാൽ 2/5 പ്ലസ് 3/5. ഇത് കൂട്ടുമ്പോഴോ 5 ഭാഗമാക്കിയത് 2 ഭാഗം ആദ്യം എടുത്തു, പിന്നെ 5 ഭാഗമാക്കിയത് ബാക്കി ഇവിടെ 2 ഭാഗം എടുത്തിട്ടുള്ളൂ, ബാക്കി 3 ഭാഗം ഉണ്ടല്ലേ? അപ്പൊ അതും എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താവും? 1 മുഴുവനായി അല്ലേ? അതായത് നമുക്ക് കൂട്ടുമ്പോൾ ഇങ്ങനെ വരും 2ഉം 3ഉം 5. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ടാണ് നമുക്ക് വേഗം കൂട്ടാൻ പറ്റുന്നത് അല്ലേ? ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നമുക്കറിയാം വേറെ 1-2 സ്റ്റെപ്പുകൾ ചെയ്യേണ്ടി വരും അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ 5 2ഉം 3ഉം 5 ഇത് നമ്മൾ അതേപോലെ എഴുതി 5. അപ്പൊ 5/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ 1/2 പ്ലസ് 1/2 1 അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 1 ആണെന്ന് കിട്ടി അല്ലെ? അപ്പൊ പരീക്ഷയ്ക്ക് എങ്ങനെയായിരിക്കും ചോദിക്കുക? ഉദാഹരണത്തിന് ഈ 1/2ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 1 കിട്ടും? അപ്പൊ നമുക്കത് ഇവിടെ നിന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇങ്ങനെ ചോദിക്കും നോക്കിയാൽ 1/2 1/2ന്റെ കൂടെ എന്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും? അപ്പൊ ഇതേ ചോദ്യം ഒന്ന് തിരിച്ചു ചോദിച്ചല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമുക്കൊരു ഉത്തരം കിട്ടണം അല്ലെ? ഉത്തരം നമുക്ക് ഇതിൽ നോക്കി പറയാം 1/2 എന്ന് പറയാം. അതെങ്ങനെ നമുക്ക് കിട്ടും? അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കിയാൽ 2 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം എടുത്തു അല്ലെ? 2 ഭാഗമാക്കിയത് ഒരു ഭാഗം എടുത്തു അല്ലെ? ഇനി ബാക്കി എത്ര ഭാഗം ഉണ്ടായില്? 2 ഭാഗമാക്കിയത് ഒരു ഭാഗം ബാക്കി ഉണ്ട് അല്ലെ? അപ്പൊ അത് കൂട്ടിയാൽ മതി 1/2. അപ്പൊ 2 ഭാഗമാക്കിയത് ഒരു ഭാഗം എടുത്തു, ബാക്കി എത്ര ഭാഗമുണ്ട്? ഒരു ഭാഗമില്ലേ? 2 ഭാഗമാക്കിയത് ഒരു ഭാഗം ബാക്കിയുണ്ട്. അപ്പൊ അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടി. കണ്ട? അപ്പൊ 1 ഇതാണ് കൂട്ടേണ്ടത്. ഇവിടെ നോക്കിയേ 1/3 1/3 പ്ലസ് ഡാഷ് സീക്വൽ ടു 1. ഇതിന്റെ കൂടെ ഏത് കൂട്ടിയാലാണ് 1 കിട്ടുക? ഇതേപോലെ തന്നെ നമുക്ക് എളുപ്പം ചെയ്യാം. ഇവിടെ നോക്കിയേ 3 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം നാം എടുത്തു അല്ലെ? ഇനി ബാക്കി എത്ര ഭാഗം ഉണ്ടായാലും ബാക്കി എത്ര ഉണ്ട്? 3 കഷ്ണാക്കി. ഇപ്പൊ മിഠായി 3 കഷ്ണാക്കിയതിൽ ഒരു കഷ്ണം നമ്മൾ തിന്നിട്ടുള്ളൂ, ബാക്കി 2 കഷ്ണം അവിടെ ഇല്ലേ? അപ്പൊ 2/3 ഭാഗമാക്കിയതിൽ 2 കഷ്ണം കൂടി ഉണ്ട് അല്ലെ? അപ്പൊ ഈ 3 ഭാഗമാക്കിയത് ഈ 2 കഷ്ണം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടി അല്ലെ? കണ്ട? അപ്പൊ ഇതേ രൂപത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. എന്ന് നോക്കിയാൽ 1/4 1/4ന്റെ കൂടെ എന്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും? ഇവിടെ 4 ഭാഗമാക്കിയത് ഒരു ഭാഗം നമ്മൾ എടുത്തു, ഈ ബാക്കി എത്ര ഭാഗം ഉണ്ടായില്? 3 ഭാഗം ഉണ്ട് അല്ലെ? അപ്പൊ 3/4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടി. അപ്പൊ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എഴുതാൻ പറ്റും. ഇനി നോക്കിയാൽ 2/5 2/5ന്റെ കൂടെ ഏത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും? ഏതാ കൂട്ടണം? ഇവിടെ 5 ഭാഗമാക്കിയത് 2 ഭാഗം എടുത്തു അല്ലെ? ബാക്കി എത്ര ഭാഗം ഉണ്ടായില്? 3 ഭാഗം ബാക്കിയുണ്ട് അല്ലെ? അപ്പൊ 3/5. അപ്പൊ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഇതേ രൂപത്തിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ഇനി നമുക്ക് പേജ് നമ്പർ 57 തന്നെ അതിന്റെ അടിയിൽ ഒരു 3-4 ചോദ്യം കൂടി ഉണ്ട് അല്ലെ? അപ്പൊ ഇതേ രൂപത്തിലുള്ള 3-4 ചോദ്യം ഉണ്ട്, അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത അതേ ടൈപ്പ് ചോദ്യം അല്ലെ? 2/7ന്റെ കൂടെ ഏത് കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടും? അതായത് 2/7ന്റെ കൂടെ ഏത് ഭിന്നസംഖ്യ കൂട്ടിക്കഴിഞ്ഞാലാണ് 1 കിട്ടുക അല്ലെ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയതാണ്. എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ നോക്കിയേ 7 ഭാഗമാക്കിയതിൽ 2 ഭാഗമാണ് എടുത്തിട്ടുള്ളത് അല്ലെ? ബാക്കി എത്ര ഭാഗമുണ്ട്? അതായത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പൊ ഒരു മിഠായി, ഒരു വലിയൊരു മിഠായി വിചാരിക്കുക. അതിനെ നമ്മൾ 1 2 3 4 5 6 7 ഭാഗമാക്കിയതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ 2 ഭാഗം എടുത്തു അല്ലെ? ഇനി ബാക്കി എത്ര ഉണ്ട്? 5 ഭാഗം ബാക്കിയുണ്ട് അല്ലെ? ഈ 5 ഭാഗം കൂടി കൂട്ടണ്ട ഇതിന്റെ കൂടെ, എന്നാലേ നമുക്ക് മുഴുവൻ മിഠായി കിട്ടുള്ളൂ അല്ലെ? അതായത് 2/7ന്റെ കൂടെ എത്ര കൂട്ടണം? ഈ ബാക്കി 5 എണ്ണം അല്ലെ? അപ്പൊ 5/7. അതായത് നമുക്ക് എളുപ്പം എങ്ങനെ ചെയ്യാൻ പറ്റും? 7 ഭാഗമാക്കിയതിൽ 2 ഭാഗം എടുത്തു അല്ലെ? ബാക്കി എത്ര ഭാഗം അതിൽ ബാക്കിയുണ്ട്? 5 ഭാഗം ബാക്കിയുണ്ട് അല്ലെ? അപ്പൊ 5/7. ഇതേ 7 തന്നെ ഇവിടെ എഴുതാം, ഇതേ ഡിനോമിനേറ്റർ തന്നെ ഇവിടെ എഴുതാം, സീക്വൽ ടു 1. അപ്പൊ ഇത് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഏത് കൂട്ടണം? 5/7 കൂട്ടണം അല്ലെ? ഇനി നമ്മൾ രണ്ടാമത്തെ നോക്കിയേ, എന്താണ്? 4/7. അപ്പൊ 4/7ന്റെ കൂടെ ഏത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും? ഏത് കൂട്ടണം? ഇവിടെ 7 കഷ്ണമാക്കി അല്ലെ? 7 തുല്യ ഭാഗങ്ങളാക്കി അതിൽ 4 ഭാഗം എടുത്തു, ബാക്കിയിൽ എത്ര ഉണ്ട്? 3 കഷ്ണം ബാക്കിയുണ്ട് അല്ലെ? അപ്പൊ അതും കൂടി കൂട്ടണ്ടേ? അപ്പൊ 3/7. അപ്പൊ 4/7ന്റെ കൂടെ 3/7 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടി, മുഴുവൻ കിട്ടി അല്ലെ? ഓക്കെ. ഇനി അടുത്ത നോക്കിയാൽ മൂന്നാമത്തത് 3/8. അപ്പൊ 3/8ന്റെ കൂടെ എന്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും?
1 കിട്ടും. ഇവിടെ നോക്കിയാൽ 8 ഭാഗമാക്കിയതിൽ 3 ഭാഗം ഉണ്ട് അല്ലേ? ബാക്കി എത്ര ഭാഗം ഉണ്ട്? അതിൽ 5 ഭാഗം ബാക്കിയുണ്ട് അല്ലേ? ഇവിടെ 3 എടുത്തിട്ടുള്ള 8 ഭാഗമാക്കിയാൽ 3 എടുത്തിട്ടുള്ള ബാക്കി 5 ബാക്കിയുണ്ട്. അപ്പൊ നമ്മൾ അത് കൂടി കൂട്ടണം അല്ലേ? അപ്പൊ 5/8. അപ്പൊ 3/8ന്റെ കൂടെ 5/8 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 1 കിട്ടും. ഇനി 4 3/10. ഓക്കെ, ഇതിന്റെ കൂടെ എത്ര കൂട്ടേണ്ടി വരും 1 കിട്ടാൻ? 10 ഭാഗമാക്കിയതിൽ 3 ഭാഗം എടുത്തു. ഇനി 10 ഭാഗമാക്കിയത് എത്ര അവിടെ എടുക്കുന്നുണ്ട്? 7 ഭാഗം അവിടെ എടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആ 7/10 അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.